ജി സുധാകരനുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ സംഘടനാ നടപടിയുടെ രഹസ്യ റിപ്പോർട്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുറത്തുവന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ചൂടുപിടിക്കുകയാണ്. നീക്കത്തിന് പിന്നിൽ സുധാകരനെയും പാർട്ടി നേതൃത്വത്തെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ ആസൂത്രിത ഗൂഢാലോചന ചിലർ നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടതായി CPIM ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ പരസ്യമായി പറഞ്ഞതോടെ വിവാദം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ജില്ലാ സെക്രട്ടറിയുടെ തുറന്നു പറച്ചിലിന് പിന്നാലെയായിരുന്നു സുധാകരന്റെ വീട്ടിൽ നേരിട്ട് എത്തി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ആർ നാസർ എന്നിവർ കൂടിക്കാഴ്ച നടത്തിയത്. അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പോര് സംസ്ഥാനത്തെ പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറുമ്പോൾ പരിഹാരം കാണാൻ നേതൃത്വം തന്നെ മുന്നിട്ട് ഇറങ്ങും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. 4 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം ഇപ്പൊ അങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ഇതിനകത്ത് ആരോ ഇതിന്റെ പുറകിലുണ്ട്. എന്താ വെച്ചാൽ ആരോ പുറകിലുണ്ട്. സുധാകരൻ സാഹിബിനെയും പാർട്ടിയെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ അതിനുള്ള പ്ലാനോട് കൂടി നടത്തുന്ന ആൾക്കാരെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരുമോ? ലീഡർഷിപ്പിലുള്ളവർക്കാണല്ലോ ഇത് പരിഹരിച്ചു പോകാനുള്ളത്. ആ ഒരു മേൽക്കൈ പ്രവർത്തനം നടത്തിയില്ല എന്നുള്ള ഒരു വിമർശനമാണ് അവിടെ വന്നത്. അത് സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് തന്നെയാണ്. അല്ലാണ്ട് വെളിയിലൊന്നും ഒരാളും ആ നടപടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല? ഒരു കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തില്ല. അതിപ്പോൾ എന്താ? അതാണ് ഗൂഢാലോചന. ഞാൻ പറഞ്ഞത് ഗൂഢാലോചന ഞാനിപ്പോൾ മനസ്സിലായി. ഇതിപ്പോൾ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, ഇങ്ങനെ ഗൂഢാലോചന ഉണ്ട്. ഏത് സുധാകരൻ സാഹിബിനെയും പാർട്ടിയെയും തമ്മിൽ തെറ്റിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും അതുപോലെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണും. അവരായിരിക്കും വിട്ടിരിക്കുന്നത്. ശരണ്യ സ്നേഹജനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം നാസർ തന്നെ നൽകിയ മറുപടിയിൽ പറയുന്നത് ഇത് പാർട്ടിയെയും സുധാകരൻ സഖാവിനെയും തമ്മിൽ തെറ്റിപ്പിക്കുവാനുള്ള ശ്രമം ആണ്. അത്തരം ശ്രമത്തിന് പിന്നിൽ ചിലരുണ്ട്, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. ആ ഗൂഢാലോചന ആരുടേത് എന്നാണ് പാർട്ടി സംശയിക്കുന്നത്. എന്താണ് വിവരം? അഭിലാഷ, ഇപ്പോൾ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് നവമാധ്യമങ്ങളിലൂടെയുള്ള ജി സുധാകരന് നേരെയുള്ള ആക്ഷേപവും ജി സുധാകരന്റെ അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള തിരിച്ചുള്ള മറുപടികളുമെല്ലാം വലിയ പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാനത്തെ പാർട്ടിയിൽ ഉണ്ടാകുന്നത്. കാരണം ജി സുധാകരനെയും ഒപ്പം ജി സുധാകരൻ സംസ്ഥാനത്ത് ആലപ്പുഴയിൽ മാത്രമല്ല മികച്ച പാർലമെന്റേറിയൻ എന്ന രീതിയിൽ മറ്റിടങ്ങളിലും കേരളത്തിലെ മറ്റിടങ്ങളിലും ഒക്കെ തന്നെ ജനസമ്മതിയുള്ള ഒരു നേതാവാണ്. അപ്പോൾ ജി സുധാകരൻ സർക്കാരിനെതിരെ പല വിമർശനങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്പലപ്പുഴയിൽ വീണ്ടും ചർച്ചയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജി സുധാകരൻ പാർട്ടിക്കും ഒപ്പം തന്നെ പോലീസിനും നൽകിയ പല പരാതികളുണ്ട്. സൈബർ കോളങ്ങളിൽ തനിക്കെതിരെ പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകൾ, അതായത് പാർട്ടി അംഗത്വത്തിലുള്ള കേഡർമാർ പരസ്യമായി വളരെ മോശം അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു, അസഭ്യ വാക്കുകൾ തനിക്കെതിരെ ഉപയോഗിക്കുന്നു. ഇത് പാർട്ടി നേതൃത്വത്തിലുള്ളവർ അത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള, അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരുമാണ് എന്ന് ജി സുധാകരൻ പറയുന്നില്ല, മറിച്ച് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ടുള്ള 10-25 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഒരു സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ് ജി സുധാകരൻ വിമർശനമായി ഉന്നയിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത് സജി ചെറിയാനും CS സുജാത കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സജി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സജി ചെറിയാനും CS സുജാതയും അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിട്ടും തനിക്കെതിരെ ഇത്രയും മോശമായ രീതിയിലുള്ള വാക്കുകൾ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, പാർട്ടിയുടെ ചുമതലയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും ഒരു നടപടിയും എടുക്കാത്തത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ്, അത്തരം പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു പ്രസ്താവന സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന്റെ പിറകെ സജി ചെറിയാൻ ജി സുധാകരന്റെ മറുപടി എന്നുള്ള സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അതോടെ ജി സുധാകരൻ സജി ചെറിയാനെതിരെ തികച്ചും പ്രകോപനപരമായ മറ്റൊരു മറുപടി കൂടി അദ്ദേഹവും നൽകി. അതായത് തൻ്റെ സംഘടനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ജി സുധാകരൻ തന്നെ, അതായത് സംഘടനാപരമായി തന്നെ ഇത്തരത്തിൽ തൻ്റെ അറിവിനെ സംബന്ധിച്ച് പറയാനുള്ള പ്രത്യയശാസ്ത്ര ബോധം സജി ചെറിയാൻ ഉണ്ടോ എന്ന് ജനം വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു വളരെ തിരിച്ചുള്ള ഒരു മറുപടി സജി ചെറിയാന് ജി സുധാകരൻ നൽകിയതോടെ ഇതിന് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ നിൽക്കുന്ന ഒരു ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെ അഭിലാഷ്, ഈ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ച 4 വർഷം മുമ്പുള്ള പാർട്ടിയുടെ ഒരു സംഘടനാ റിപ്പോർട്ടാണ് എന്നുള്ളതാണ്.
അത് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് അമ്പലപ്പുഴ MLA എച്ച് സലാം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച ഇളമരം കരീം ഒപ്പം തന്നെ AJ തോമസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവർ കണ്ടെത്തിയ റിപ്പോർട്ടിന്റെ പകർപ്പ്, അതായത് അവർ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ സംഘടനാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് 4 വർഷങ്ങൾക്ക് ശേഷം ജി സുധാകരൻ ഇത്തരത്തിൽ പ്രത്യക്ഷമായ ജി സുധാകരനും അമ്പലപ്പുഴയിലെ പാർട്ടി നേതൃത്വവും ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വവുമായുള്ള പോര് നിലനിൽക്കുന്നതിനിടയിൽ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു രഹസ്യ റിപ്പോർട്ട്, അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു സംഘടനാ റിപ്പോർട്ട് അല്ലെങ്കിൽ രഹസ്യ ഒരു റിപ്പോർട്ട്, പ്രത്യേകിച്ച് ഒരു നടപടി അന്ന് ജി സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയുള്ള സമയത്ത് വന്ന നടപടിയാണ്. ആ നടപടിയുമായി ബന്ധപ്പെട്ട് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായി. ഒപ്പം തന്നെ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് പിന്നീട് ജി സുധാകരൻ അടുത്ത സമ്മേളനത്തോടു കൂടി ബ്രാഞ്ചിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം നൽകപ്പെട്ട ആ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് നൽകപ്പെടുകയും തിരിച്ചു വാങ്ങപ്പെടുകയും ചെയ്ത ആ റിപ്പോർട്ട് എങ്ങനെയാണ് 4 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വിവാദം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജി സുധാകരനെതിരെ പുറത്തു വന്നു എന്നുള്ളതാണ്. അത് ഒരു കീഴ്ഘടകങ്ങളിൽ ഉണ്ടായ ഒരു റിപ്പോർട്ടല്ല, മറിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം വന്ന പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എങ്ങനെ ജി സുധാകരനെതിരെ ഒരു ആയുധമായി പുറത്തേക്ക് വന്നു എന്നുള്ളത് വലിയ ചോദ്യമായി ഇപ്പോൾ വരികയാണ്. അത് ആര് നൽകി? അതായത് ഒരു PDF ഫയലായാണ് മാധ്യമങ്ങൾക്ക് ആ റിപ്പോർട്ട് ലഭ്യമായിട്ടുള്ളത്. അത് ഇത്ര കൃത്യമായ ആ റിപ്പോർട്ട് ആരാണ് നൽകിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറിയായ R നാസർ തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായ ഒരു ഗൂഢാലോചന ഇതിന് പേരിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജി സുധാകരനെയും പാർട്ടി നേതൃത്വത്തെയും തമ്മിൽ തെറ്റിക്കാൻ ആരാണോ ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം നടത്തുന്നത് അവരതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോ ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ നേതൃത്വം തന്നെ അത് പരിഹരിക്കാൻ രംഗത്തിറങ്ങും എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.